ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ചപ്പാത്തി വെച്ചിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ചപ്പാത്തിയൊക്കെ ബാക്കി വന്നാലൊക്കെ ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇത്. നമുക്ക് സ്നാക്സ് ആയിട്ടോ ഡിന്നറായിട്ടോ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് തയ്യാറാക്കി കഴിക്കാം. നല്ല ടേസ്റ്റാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് എടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു ഫില്ലിങ് റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയ ശേഷം ഇതിലോട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഒന്ന് ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ മീഡിയം സൈസിലുള്ള 2 സവാള കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കനം കുറച്ചിട്ട് വേണം കേട്ടോ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതിലേക്ക് ഞാൻ 1/2 കപ്പോളം ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 1/2 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ളതും പിന്നെ ഒരു 1/2 കപ്പോളം ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ളത് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കാബേജ് അതുപോലെ തന്നെ ബീൻസ് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു 3 വെജിറ്റബിൾസാണ് കേട്ടോ അതിൽ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കാം. ഇതൊക്കെ നന്നായിട്ടൊക്കെ ഒന്ന് വെന്ത് വരണം കേട്ടോ. നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വെന്ത് വരുന്നത് വരയ്ക്കും വേണം കേട്ടോ ഇതൊന്ന് വഴറ്റിയെടുക്കാനായിട്ട്. അപ്പോൾ പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാനായിട്ട് ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് വേണം കേട്ടോ ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. പിന്നെ ഒരു കാര്യം, നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യട്ടെ. എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റായിട്ട് അറിയിക്കാനും കൂടെ മറക്കരുത്. ഇപ്പോൾ ഈ ഒരു വെജിറ്റബിൾസൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇവിടെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയിട്ട് കൂടെ എടുക്കാം കേട്ടോ. പൊടികളുടെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഒന്ന് പോണ വരയ്ക്ക് വേണം കേട്ടോ അതൊന്ന് വഴറ്റിയെടുക്കാനായിട്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ എരിവിന് വേണ്ടിയിട്ട് എക്സ്ട്രാ മുളക് പൊടി പച്ചമുളകൊന്നും ചേർത്ത് കൊടുക്കണില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് നല്ല സ്പൈസി ആയിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് മുളക് പൊടിയൊന്നും ഇട്ട് കൊടുക്കണില്ല കേട്ടോ. ഗരം മസാലപ്പൊടിയിലും അതുപോലെ തന്നെ ചിക്കൻ മസാല കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാരണം അതിൽ അത്യാവശ്യം എരിവൊക്കെ ഉണ്ടാവും. പൊടികളൊക്കെ ചേർത്ത് ഞാനത് കുറച്ച് നേരം നല്ലോണമൊക്കെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 3/4 കപ്പോളം ചിക്കൻ വേവിച്ചതാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. കുരുമുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് ചെറുതാക്കിയിട്ടൊന്ന് പീസാക്കിയിട്ടാണ് കേട്ടോ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൂടെ കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമല്ല കേട്ടോ. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, അത്ര മാത്രമേ ഉള്ളൂ. ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ചിക്കൻ കഴിക്കാത്ത ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പനീറൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് നേരമൊക്കെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ അതേ പാൻ തന്നെയാണ് എടുത്തിട്ടുള്ളത്, ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല. ഇതിലേക്ക് ഒരല്പം ഓയിലൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓയിലോ നെയ്യോ ബട്ടറോ എന്ത് വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ ഒരു പാനിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ഒന്ന് ആക്കിയിട്ട് കൂടെ കൊടുക്കാം. ഇനി ഒരു പാനിലേക്ക് ഞാൻ 2 ചപ്പാത്തിയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ചപ്പാത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ വേറൊരു ചപ്പാത്തി കൂടെ വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യം വെച്ച് കൊടുക്കുന്ന ചപ്പാത്തി കുറച്ച് വലുതായിരിക്കണം. രണ്ടാമത് വെച്ച് കൊടുക്കുന്നത് അതിനേക്കാളും കുറച്ച് സൈസ് ചെറുതായിട്ടുള്ള ചപ്പാത്തി വേണം കേട്ടോ വെച്ച് കൊടുക്കാനായിട്ട്. ഇതിലേക്ക് നമ്മൾ ഫില്ലിംഗ് ഒക്കെ വെച്ച് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഫില്ലിങ് പുറത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതുപോലെ ചെയ്യേണ്ടത്. ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഉണ്ടല്ലോ അത് മുഴുവനായിട്ടൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ ആവാത്ത വിധത്തിൽ വേണം കേട്ടോ വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് കൂടെ വെച്ച് കൊടുക്കണം കേട്ടോ. എന്നാലാണ് ഇത് അതിലിങ്ങനെ സെറ്റായിട്ട് ഇങ്ങനെ ഇരിക്കുമല്ലോ കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ സ്പൂൺ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് കൂടെ കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്തിട്ടുള്ളത് കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ചീസൊക്കെ വെച്ച് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് മാത്രമായിട്ട് വെച്ച് കൊടുക്കാനൊക്കെ ആയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. സൈഡ് ഭാഗത്തൊക്കെ ആയിട്ടുണ്ടെങ്കിൽ സ്പൂൺ വെച്ചിട്ട് സെൻറ്ററിലേക്ക് ഒന്ന് ആക്കി കൊടുക്കണം. ഇത് നമ്മൾ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചീസൊക്കെ മെൽറ്റായിട്ട് ഇങ്ങനെ ഒലിച്ച് പോയ പോലെയാകും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഞാനിത് ഒന്ന് കവർ ചെയ്തിട്ട് കൂടെ എടുക്കണുണ്ട്. ഞാൻ ചെറിയ ചപ്പാത്തിയാണ് കേട്ടോ അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് പിന്നെ രണ്ടാമത് വെച്ച് കൊടുക്കുന്നത് വലിയ ചപ്പാത്തി വേണം വെച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് കൂടെ കൊടുക്കാം. ഇനി നമ്മൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഇതൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഞാൻ ഈ ഒരു സമയത്താണ് ഫ്ലെയിം ഓൺ ആക്കണത്. എന്നിട്ട് ഫ്ലെയിം ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ഈ ഒരു സൈഡൊന്ന് വേവിച്ചെടുക്കട്ടോ. അടിഭാഗം ഒന്ന് വേവിച്ചെടുക്കുക. അതിന് ശേഷം പിന്നെ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരല്പം നെയ്യൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കട്ടെ. നെയ്യോ അതല്ലെങ്കിൽ ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു സൈഡും ഒന്ന് വേവാൻ വേണ്ടിയിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ 2 സൈഡും ഒന്ന് നല്ലോണം ഒന്ന് ചൂടാക്കിയിട്ട് എടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഒരു സൈഡ് നല്ലോണം ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ആ ഒരു സൈഡും നല്ലോണം ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുക. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ നമുക്കിനി ഇത് കട്ട് ചെയ്തിട്ടൊക്കെ കഴിക്കാം കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി.
തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു റെസിപ്പി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്